അപ്പോൾ നമ്മൾ പാർട്ട് 1 ഇതിൻ്റെ മേളിലുണ്ടായിരുന്ന തടിയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ നമുക്ക് ഈ പാർട്ടിലാണെങ്കിൽ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാം. ഞാൻ ഈ കുളം എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കഥ പറയാമേ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എല്ലാവരോടും കൂടി ഇതുപോലെ മീൻ വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇതൊരു ഗപ്പിക്കുളമായിരുന്നു. ഗപ്പിക്കുളം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പല വെറൈറ്റീസ് ഓഫ് ഗപ്പീസ് ഉണ്ടായിരുന്നു. സാരിവാലനും ഡംബോയർ എന്ന് പറഞ്ഞ കുറേ ടൈപ്പ് ഓഫ് ഗപ്പീസ് ഉള്ളൊരു നല്ലൊരു കുളമായിരുന്നു. ഞങ്ങളിത് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പിള്ളേരെല്ലാം കൂടെ കൂടി ചാടി കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഇത് ഞാനൊരു ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും ക്ലാസ്സിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ വരുന്ന ഹെൽത്തുകാരുണ്ടല്ലോ, അവരൊരു ദിവസം കൊണ്ടുപോയിട്ട് ക്ലോറിനിട്ട് വെച്ച്. അപ്പം ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും മീനുകളൊക്കെ ചത്ത് കിടക്കുക. അങ്ങനെയാണ് ഈ കുളം നശിച്ച് പോയത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറയാതെ വന്നപ്പോഴത്തേക്കും ഒക്കത്ത് വേറെ കടിക്ക് വെച്ച്. നമുക്ക് ഈ മണ്ണെല്ലാം കൂടെ ബക്കറ്റിൽ കോരിക്കൊണ്ട് കളയാവേ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ 20, 30, 50 കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ കൂട്ടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സിമെൻറ്റ് കടയിൽ നിന്ന് സിമെൻറ്റൊക്കെ വാങ്ങി അങ്ങനെ ഞാനും സൂര്യയും അച്ചു ഞങ്ങൾ 3 പേരുടെ ഇടയ്ക്ക് വന്നിട്ടിരുന്ന് ഉണ്ടാക്കിയ ഒരു കുളമാണിത്. 3-4 ലെയർ ചെയ്തപ്പോൾ ലീക്കിങ്ങും കാര്യങ്ങളൊക്കെ മാറിയത്. അന്നത്തെ ഒരു ഹരമായിരുന്നില്ല മീൻ വളർത്തൽ. പിന്നെ നമ്മൾ പഠിത്തത്തിലോട്ടും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒരു ചൂട് പോയതാണ്. നമ്മൾ വൃത്തിയാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ അന്ന് ഒത്തിരി അരണേനെയും പാറ്റേനെയും പഴുതാരേനെയും പല്ലീനെയും തേളിനെയും എട്ടുകാലിനും ഒക്കെ കിട്ടിയായിരുന്നു. എല്ലാത്തിനും അടിച്ചോടിച്ചിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഈ കുളം നിലവിലുള്ളതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് വലുതാക്കി പണിതിട്ട് ഇതിൽ കുറച്ച് ഗപ്പീനൊക്കെ ഇട്ട് 2 ആമ്പലോ അല്ലെങ്കിൽ താമരയൊക്കെ നട്ട് ഒരു ലോട്ടസ് പോണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എത്രത്തോളം സെറ്റാവുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ നോക്കും. ഒരു റെഫറൻസ് ബുക്ക് മേടി കാണിച്ചു തന്നേക്കാവേ. ഈ വീഡിയോയിൽ നമ്മളിത് ഇതിൻ്റെ അകത്ത് മണ്ണും ചെടിയും എല്ലാം കൊണ്ട് കോരി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ചുറ്റുമുള്ള ഈ മൈക്കായും മൾട്ടി ബോർഡിൻ്റെയൊക്കെ വുഡുകളുണ്ടല്ലോ, ഇവിടെ നിന്ന് മാറ്റി വൃത്തിയാക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ സാധനമൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടത് അവിടെ കൊണ്ട് കളയാനാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി പാർട്ട് 3 വീഡിയോ കാണാം. ഓക്കെ, ബൈ ഗായ്.